ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ധൈര്യശാലികളും ആത്മവിശ്വാസമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും. ഇവർക്ക് നല്ല നേതൃഗുണം ഉണ്ടാകും. പലപ്പോഴും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വേഗതയുള്ളവരുമായിരിക്കും. സൗന്ദര്യബോധവും കലാപരമായ കഴിവുകളും ഇവർക്കുണ്ടാകും. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ളവരാണെങ്കിലും ചിലപ്പോൾ വാശി കൂടുതലായി കാണപ്പെടാം. പ്രായോഗിക ബുദ്ധിയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിനുള്ള കഴിവും ഇവരുടെ പ്രത്യേകതയാണ്. കഠിനാധ്വാനികളായിരിക്കും ഇവർ. ഒപ്പം ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ പ്രയാസപ്പെടാം. സത്യസന്ധതയും നീതിബോധവും ഇവരുടെ സ്വഭാവത്തിൽ പ്രധാനമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് യാത്രകളോട് താല്പര്യമുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായിരിക്കും. എന്നാൽ ചിലപ്പോൾ അമിതമായി പണം ചെലവഴിക്കുന്ന പ്രവണതയും കാണപ്പെടാം. 2025 ഒക്ടോബർ മാസത്തിൽ ഭരണി നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്രഹങ്ങൾ സൂര്യൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവയാണ്. ഈ ഗ്രഹങ്ങളുടെ സ്ഥാനചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദമായി നോക്കാം. മാസാദ്യം സൂര്യൻ തുലാം രാശിയിൽ സഞ്ചരിച്ച് പിന്നീട് വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു. ഇത് നിങ്ങളുടെ തൊഴിൽ, സാമൂഹിക നില, പിതാവുമായുള്ള ബന്ധം എന്നിവയെ സ്വാധീനിക്കും. ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പിന്നീട് കന്നി രാശിയിലേക്ക് മാറും. ഇത് നിങ്ങളുടെ ഊർജം, ധൈര്യം, സഹോദര ബന്ധം, സ്ഥലം സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവയിൽ സ്വാധീനം ചെലുത്തും. തുലാം രാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ പിന്നീട് വൃശ്ചികം രാശിയിലേക്ക് മാറും. ഇത് നിങ്ങളുടെ ബുദ്ധി, ആശയവിനിമയം, വിദ്യാഭ്യാസം, കച്ചവടം എന്നിവയെ ബാധിക്കും. ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ മാസം നിങ്ങളുടെ ഭാഗ്യം, മതം, ധനം, കുട്ടികൾ എന്നിവയെ സ്വാധീനിക്കും. കന്നി രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ പിന്നീട് തുലാം രാശിയിലേക്ക് മാറും. ഇത് നിങ്ങളുടെ പ്രണയം, ബന്ധങ്ങൾ, സൗന്ദര്യം, ആഡംബരം എന്നിവയെ ബാധിക്കും. കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി നിങ്ങളുടെ കഠിനാധ്വാനം, ഉത്തരവാദിത്തങ്ങൾ, തടസ്സങ്ങൾ എന്നിവയെ സ്വാധീനിക്കും. രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലും സഞ്ചരിക്കുന്നു. ഇവ നിങ്ങളുടെ ആത്മീയത, രഹസ്യബന്ധങ്ങൾ, ശത്രുക്കൾ, ആരോഗ്യം എന്നിവയെ ബാധിക്കാം. ഈ ഗ്രഹസ്ഥിതികളെ അടിസ്ഥാനമാക്കി ഓരോ മേഖലയിലുമുള്ള ഫലങ്ങൾ വിശദമായി നോക്കാം. ഒക്ടോബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമായി മാറും. നിങ്ങളുടെ കഠിനാധ്വാനം അംഗീകരിക്കപ്പെടുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യാം. ഇത് നിങ്ങളുടെ കഴിവിനെ തെളിയിക്കാനുള്ള അവസരമായി മാറും. പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ശമ്പള വർധനവിന് സാധ്യതയുണ്ട്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങളും ലഭിച്ചേക്കാം. ഒരു പുതിയ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് നന്നായി പഠിക്കുന്നത് വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. മേലധികാരികളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഗുണകരമാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും അതെല്ലാം താൽക്കാലികമായിരിക്കും. പോസിറ്റീവ് വശങ്ങൾ നോക്കുമ്പോൾ കഠിനാധ്വാനത്തിന് അംഗീകാരം, പുതിയ ഉത്തരവാദിത്തങ്ങൾ, പുതിയ അവസരങ്ങൾ എന്നിവയെല്ലാം ലഭിച്ചേക്കാം. നെഗറ്റീവ് വശങ്ങൾ നോക്കുമ്പോൾ സഹപ്രവർത്തകരുമായ അഭിപ്രായ വ്യത്യാസം, താൽക്കാലിക തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികമായി ഒക്ടോബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ സമയമാണിത്. മുൻപ് നൽകിയിരുന്ന കടങ്ങൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും വലിയ തുകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. കുടുംബത്തിൽ ചില അടിയന്തര ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ കാര്യമായി ബാധിക്കില്ല. മാസാവസാനം ചില അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് നല്ലതാണ്. ചെറിയ തുകയുടെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. ചിട്ടിയിലോ മറ്റു നിക്ഷേപങ്ങളിലോ ചേരാൻ ആലോചിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. പോസിറ്റീവായ വശങ്ങൾ നോക്കുമ്പോൾ ധനലാഭം, കടങ്ങൾ തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയം. നെഗറ്റീവ് വശങ്ങൾ നോക്കുമ്പോൾ അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധക്കുറവ്. കുടുംബജീവിതത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയും. എന്നാൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും ഇത്തരം പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. മക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. മാസാവസാനം കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ സാധ്യതയുണ്ട്. അത് സന്തോഷം നൽകും. ജീവിത പങ്കാളിയുമായി നല്ല ധാരണയോടെ മുന്നോട്ടു പോകാൻ കഴിയും. അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില അംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ അവർക്ക് ആവശ്യമായ ശ്രദ്ധ നൽകുക. പോസിറ്റീവ് വശങ്ങൾ നോക്കുമ്പോൾ നല്ല കുടുംബ ബന്ധം, മംഗളകർമ്മങ്ങൾക്ക് സാധ്യത, ജീവിത പങ്കാളിയുമായി ധാരണ. നെഗറ്റീവ് വശങ്ങൾ നോക്കുമ്പോൾ ചെറിയ തർക്കങ്ങൾ, കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ആരോഗ്യപരമായി ഒക്ടോബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് നല്ലതായിരിക്കും. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ചെറിയ പനിയും ചുമയും പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അവ പെട്ടെന്ന് ഭേദമാകും. വ്യായാമം മടുക്കാതെ ചെയ്യുന്നതും നല്ല ആഹാരശീലങ്ങൾ പിന്തുടരുന്നതും ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഗുണം ചെയ്യും. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. യാത്രകളിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധിക്കുക. സ്ത്രീകളിൽ ഹോർമോൺ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോസിറ്റീവ് വശങ്ങൾ നോക്കുമ്പോൾ നല്ല ആരോഗ്യം, വ്യായാമവും നല്ല ആഹാരവും ഗുണം ചെയ്യും. ചെറിയ അസുഖങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ഹോർമോൺ പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും. ഉയർന്ന മാർക്ക് നേടാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം നേടാൻ കഴിയും. പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. ഗവേഷണം ചെയ്യുന്നവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണ ലഭിക്കുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. കൂട്ടായ പഠനങ്ങൾക്ക് ഈ മാസം നല്ലതാണ്. പ്രണയബന്ധങ്ങളിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം സന്തോഷകരമായിരിക്കും. പ്രണയിക്കുന്നവർക്ക് പരസ്പരം കൂടുതൽ അടുക്കാൻ സാധിക്കും. ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അവ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് വിവാഹത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പഴയ പ്രണയബന്ധങ്ങൾ വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. യാത്രകൾക്ക് ഒക്ടോബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. തൊഴിൽ സംബന്ധമായ യാത്രകൾക്ക് സാധ്യതയുണ്ട്. അവ വിജയകരമായിരിക്കും. വിനോദയാത്രകൾക്ക് അനുകൂലമായ സമയമാണിത്. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ അവസരം ലഭിക്കും. വിദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട്. യാത്രകളിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ദീർഘദൂര യാത്രകൾക്ക് മുൻപ് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ഗുണകരമാകും. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഒക്ടോബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കൂടുതൽ ശ്രദ്ധിക്കുക. പുതിയ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് ബിസിനസ് വികസിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക. മാസാവസാനം ചില അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട്. ഒക്ടോബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല മാസമായിരിക്കും. ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും സാധിക്കും. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ അവസരം ലഭിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. മാനസികമായി സന്തോഷം അനുഭവപ്പെടാം. എന്നാൽ അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ശ്രദ്ധിക്കുക. ഒക്ടോബർ മാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങളെ ലഘൂകരിക്കുന്നതിനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതിനാലും ദേവത യമദേവനായതിനാലും ഈ മാസത്തിൽ ദുർഗാദേവി, ലക്ഷ്മി ദേവി, അന്നപൂർണേശ്വരി ദേവി എന്നിവരെ ഭജിക്കുന്നത് ഉത്തമമാണ്. ദുർഗാ സൂക്തം, ലക്ഷ്മി അഷ്ടോത്തരം എന്നിവ ജപിക്കുന്നത് ഗുണം ചെയ്യും. വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ശുക്രന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. എല്ലാ മാസത്തിലെയും ഭരണി നക്ഷത്ര ദിവസം വ്രതമെടുക്കുന്നത് നല്ലതാണ്. ഭഗവതി ക്ഷേത്രങ്ങളിലും യമധർമ്മന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഗുണം ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രങ്ങൾ, അരി, പഞ്ചസാര, പാൽ, തൈര് എന്നിവ ദാനം ചെയ്യുന്നത് ശുക്രപ്രീതിക്ക് ഉത്തമമാണ്. നിർധനരായവർക്ക് ഭക്ഷണം നൽകുന്നത് പുണ്യമാണ്. ജ്യോതിഷ വിദഗ്ധന്റെ ഉപദേശം തേടി വൈരമോ വെളുത്ത പുഷ്യരാഗമോ ധരിക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. അമിത വേഗത ഒഴിവാക്കുക. ദൂരയാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിലും തൊഴിൽ മേഖലയിലും ഉണ്ടാകാൻ സാധ്യതയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ ക്ഷമയും വിട്ടുവീഴ്ചയും ശീലിക്കുക. സമീകൃത ആഹാരം കഴിക്കുക. കൃത്യമായി വ്യായാമം ചെയ്യുക. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത്. ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കുക. അറിവുള്ളവരുടെ ഉപദേശം തേടുക. മാസത്തിന്റെ തുടക്കത്തിൽ പൂർവികരെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഈ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതികൂല ഫലങ്ങളെ ഈ പരിഹാര മാർഗങ്ങളിലൂടെ ഒരു പരിധിവരെ ലഘൂകരിക്കാനും അനുകൂല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും സാധിക്കും. എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് മനസമാധാനം നൽകും. 2025 ഒക്ടോബർ മാസം ഭരണി നക്ഷത്രക്കാർക്ക് മൊത്തത്തിൽ ഒരു സമ്മിശ്ര മാസമായിരിക്കും. തൊഴിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ചില മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ കുടുംബ ബന്ധങ്ങളിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും വെല്ലുവിളികളെ നേരിടാനും നിങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും സഹായകമാകും. ജ്യോതിഷപരമായ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെയും നല്ല ചിന്തകളോടെ മുന്നോട്ട് പോകുന്നതിലൂടെയും ഈ മാസത്തെ മികച്ചതാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും.